പതിനായിരങ്ങൾക്ക് സക്കാത്ത് പങ്കുവച്ച് ഷംസു മണലായ. ജാതിമത വേർതിരിവില്ലാതെ ഇല്ലാത്തവനെ നോക്കിയാണ് ഷംസുവിന്റെ സക്കാത്ത് വിതരണം. കഴിഞ്ഞ 15 വർഷമായി തുടരുന്ന സക്കാത്ത് വിതരണം ഷംസു ഇത്തവണയും മുടക്കിയില്ല. ആനമങ്ങാട് മണലായ ഷംസുവിന്റെ റമളാൻ മാസത്തിലെ സക്കാത്ത് വിതരണം ഒരു വർഷവും മുടങ്ങാറില്ല. ബിസിനസിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഷംസു 27-ാം രാവിൽ പാവങ്ങൾക്ക് നൽകും. ഈ റംളാനിലും ഷംസു പതിവ് തെറ്റിക്കാതെ സക്കാത്ത് വിതരണം ചെയ്തു. ഷംസുവിന്റെ സക്കാത്ത് വിതരണത്തിൽ ജാതിമത വേർതിരിവില്ല. പകരം ദാരിദ്ര്യത്തെയും പാവപ്പെട്ടവരെയുമാണ് പരിഗണിക്കുന്നതെന്ന് ഷംസു പറഞ്ഞു. ക്രിസ്തു, ഹിന്ദു, മുസ്ലിം എന്നതില്ല. അങ്ങനത്തെ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. മരണം വരെ ചിന്തിക്കൂല. ദരിദ്രനെ തെരഞ്ഞുപിടിച്ച് കൊടുക്കാനല്ല. ആരാണോ ദരിദ്രൻ അവനുള്ള ഈ വിഭാഗികത എന്നുള്ള നമ്മളിലുണ്ടായതാണ്, മനസ്സിലുണ്ടായതാണ്. മനുഷ്യന് വിശപ്പുള്ളവന് കൊടുക്കാന്നുള്ളതാണ്. റമളാനിലെ 27-ാം രാവിലെ പുലർച്ചെ 6 മണി മുതലാണ് സക്കാത്ത് വിതരണം നടത്തിയത്. സക്കാത്ത് സ്വീകരിക്കുവാൻ ദൂര ദിക്കുകളിൽ നിന്നുപോലും ആളുകൾ അതിരാവിലെ ഷംസുവിന്റെ വീട്ടിലെത്തി. കുട്ടികൾ, സ്ത്രീകൾ, പ്രായം ചെന്നവർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ, അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ. സക്കാത്ത് വാങ്ങാനെത്തിയവരുടെ നീണ്ട നിര പ്രധാന റോഡ് വരെ നീങ്ങി. റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ നിറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ നാട്ടിലെ യുവാക്കളും സജീവമായി രംഗത്തുണ്ടായിരുന്നു. സക്കാത്ത് വിതരണം നടത്തുന്നതിന് ഷംസുവിന്റെ മക്കളായ താഹിർ, ബാസിദ് എന്നിവരും കൂടി. സക്കാത്തിന് വന്നവരാരും ഇവിടെ നിന്നും സക്കാത്ത് കിട്ടാതെ പോകില്ലെന്ന് ഉറപ്പാണ്. വന്ന മുഴുവൻ പേർക്കും സക്കാത്ത് നൽകി വീണ്ടും ഈ കുടുംബം മാതൃകയായി. റമളാൻ മാസത്തിൽ മാത്രമല്ല ഷംസുവിന്റെ നേതൃത്വത്തിലുള്ള സഹായ വിതരണം നടത്തുന്നത്. ഓണത്തിനും പെരുന്നാളിനും അരിയും മറ്റും വിതരണം നടത്തുന്നത് പതിവാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഓണക്കാലം വന്നു കഴിഞ്ഞാൽ 10,000, 2,000, 3,000 വീട്ടുകാർക്കുള്ള ഓണക്കിറ്റ് എന്റെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും എന്റെ കൈകൊണ്ടാണ് ഓണക്കിറ്റ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൊടുക്കാറുണ്ട്. അതിന്റെ ഇക്കറി സാമ്പത്തിക പുരോഗതി വന്നതിന് ശേഷം സുമാര് 15 വർഷമായിട്ടുണ്ടാവും. അപ്പൊ ഇനിയും തുടരണമെന്നാണ് എന്റെ മനസ്സിലുള്ള ആഗ്രഹം.